നമസ്കാരം. ബ്രസീൽ കടൽ തീരങ്ങളിലെ സ്രാവുകളിൽ വലിയ തോതിൽ കൊക്കൈൻ സാന്നിധ്യം കണ്ടെത്തിയെന്ന് ഗവേഷകർ. ഇത് സ്രാവുകളുടെ സ്വഭാവത്തെ കാര്യമായി ബാധിച്ചിട്ടുള്ളതായും ഗവേഷകർ പറയുന്നു. റിയോ ഡി ജനീറയ്ക്ക് അടുത്തുള്ള കടലിൽ നിന്നുള്ള 13ഓളം നീളൻ മൂക്കൻ സ്രാവുകളിലാണ് ഗവേഷകർ പരിശോധന നടത്തിയിരുന്നത്. സ്രാവുകളുടെ മസിലുകളിലും കരളിലുമായി വലിയ തോതിൽ കൊക്കൈൻ അടിഞ്ഞു കൂടിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും കൂടിയ അളവിൽ കൊക്കൈൻ എങ്ങനെ സ്രാവുകളിൽ എത്തിയെന്നത് കണ്ടെത്തേണ്ടത് അനിവാര്യമാണെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സാധ്യതകളും ഗവേഷകർ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. രാജ്യത്ത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ലാബുകളിൽ നിന്നും ലഹരിമരുന്ന് കടലിലേക്ക് തള്ളുന്നതാവാം ഒരു കാരണം. ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന മനുഷ്യന്റെ വിസർജ്യം അഴുക്ക് ചാലുകളിലൂടെ കടലിലേക്ക് എത്തിയതാകാം എന്നതാണ് മറ്റൊരു കാരണം. ഇതിനൊക്കെ പുറമെ അനധികൃത ലഹരിമരുന്ന് കടത്തുകാർ കടലിൽ ഉപേക്ഷിക്കുന്ന പാക്കേജുകളിലൂടെയാവാം സ്രാവുകളിൽ ഇത്രയും കൂടിയ അളവിൽ കൊക്കൈൻ എത്തിയത് എന്നാണ് മറ്റൊരു നിഗമനം. പിടിക്കപ്പെടും എന്ന സാഹചര്യങ്ങളിൽ കള്ളക്കടത്തുകാർ ലഹരിമരുന്ന് പാക്കേജുകൾ കടലിൽ തള്ളുന്നത് മെക്സിക്കോയിലും ഫ്ലോറിഡയിലുമൊക്കെ സാധാരണമായി കണ്ടുവരുന്ന കാര്യമാണ്. എന്നാൽ റിയോ ഡി ജനീറോയിലേക്ക് ഇത് വളരെ കുറവാണ് എന്നാണ് അവിടുത്തെ ഗവേഷകർ പറയുന്നത്. ഇത്തരം പാക്കേജുകളിൽ നിന്നാവാം സ്രാവുകൾ വലിയ തോതിൽ കൊക്കൈൻ ഭക്ഷിച്ചിട്ടുണ്ടാവുക. മാസങ്ങളോളം കഴിച്ചാൽ മാത്രം വരുന്ന അത്ര അളവാണ് ഈ സ്രാവുകളിൽ കൊക്കൈന്റെ അളവ് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് കടൽ ജീവികളിൽ മുമ്പ് കണ്ടെത്തിയിട്ടുള്ളതിൽ നിന്ന് 100 മടങ്ങധികം കൊക്കൈൻ അംശമാണ് റിയോ ഡി ജനീറോയിൽ നിന്ന് പിടിച്ച് പരിശോധിച്ച സ്രാവുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. സ്രാവുകളിലെ ഓരോ അവയവങ്ങളും വിശദമായി പരിശോധിച്ചതിൽ നിന്ന് അതിന്റെ എല്ലാ ഭാഗങ്ങളിലും കൊക്കൈൻ അംശം പോസിറ്റീവായാണ് കണ്ടിട്ടുള്ളത്. 92% മസിൽ സാമ്പിളുകളിലും 23% കരൾ സാമ്പിളുകളിലും കൊക്കൈന്റെ പ്രധാന മെറ്റാബോലൈറ്റ് ആയ ബെൻസോയിലേക്ക് ഗ്വനൈൻ കണ്ടെത്തിയിട്ടുണ്ട്. സ്വതന്ത്രമായി കടലിൽ വിഹരിക്കുന്ന സ്രാവുകളിൽ ആദ്യമായാണ് കൊക്കൈൻ അംശം കണ്ടെത്തുന്നതെന്നും ഗവേഷകർ അഭിപ്രായപ്പെട്ടു. സ്രാവുകളെ ഇത് ഏതൊക്കെ വിധത്തിൽ ദോഷകരമായി ബാധിക്കും എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. കൊക്കൈൻ തലച്ചോറിനെയാണ് പ്രധാനമായും ബാധിക്കുക. എന്നാൽ അത് മനുഷ്യനെ ബാധിക്കുന്ന പോലെ ആയിരിക്കില്ല സ്രാവുകളെ ബാധിക്കുന്നത്. ഒരുപക്ഷെ അവയ്ക്ക് കാഴ്ച നഷ്ടപ്പെട്ടേക്കാം. അത് ഇര പിടിക്കാനുള്ള അവയുടെ ശേഷിയെ കാര്യമായി ബാധിക്കും. ഇത് സ്രാവുകളുടെ ജീവിത കാലയളവിനെ സാരമായി ബാധിച്ചേക്കാം എന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.